ഇന്നത്തെ വില്ലേജ് എഡിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ഭീകരനെ സുരക്ഷാ സേന വധിച്ചു. ഏറ്റുമുട്ടലിൽ ജവാന് പരുക്കേറ്റു. കുപ്വാര ജില്ലയിലെ ലോലാബ് മേഖലയിലാണ് സുരക്ഷാ സേന ഭീകര വിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് ഇത്. കൗത്ത് മേഖലയിൽ ഭീകരർ ഉള്ളതായി സുരക്ഷാ സേനയ്ക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തിയ സംഘത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. സുരക്ഷാ സേനയും ശക്തമായി തിരിച്ചടിച്ചു. ഇതിലാണ് ഭീകരൻ കൊല്ലപ്പെട്ടത്. വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഹെലികോപ്റ്റർ നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി ടാറ്റ മോട്ടോഴ്സ്. ഫ്രഞ്ച് വിമാന നിർമ്മാണ കമ്പനിയായ എയർബസുമായി ചേർന്നാണ് ടാറ്റ ഹെലികോപ്റ്റർ നിർമ്മിക്കുവാൻ ഒരുങ്ങുന്നത്. H125 എന്ന് പേരിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ നിർമ്മാണം 2026 ആരംഭിക്കുവാനുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നു വരികയാണ്. എയർബസിന്റെ പങ്കാളിത്തം ഇന്ത്യൻ ബഹിരാകാശ വിപണിയിൽ പുത്തൻ ഉണർവിന് വഴിതെളിക്കുമെന്നാണ് പ്രതീക്ഷ. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം 195 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന സിംഗപ്പൂർ പാസ്പോർട്ടാണ് പട്ടികയിൽ ഒന്നാമത്. 58 വിദേശ സ്ഥലങ്ങളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യുവാൻ കഴിയുന്ന ഇന്ത്യൻ പാസ്പോർട്ടിന് പട്ടികയിൽ 82ാം സ്ഥാനമാണുള്ളത്. ഇന്തോനേഷ്യ, മാലദ്വീപ്, തായ്ലൻഡ് തുടങ്ങിയ ഏറ്റവും ജനകീയമായ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് വിസ ഇല്ലാതെ പോകാം. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ലോകത്ത് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങൾ. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കുവാൻ സർക്കാർ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ്. 60% വരെയാണ് കുറവുണ്ടാവുക. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് 50% പെർമിറ്റ് ഫീസിൽ കുറവുണ്ടാകും. കോർപ്പറേഷനിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് 60% കുറയും. പുതിയ നിരക്കുകൾ ആഗസ്റ്റ് 1 നിലവിൽ വരും. 80 ചതുരശ്ര മീറ്ററിൽ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു. മിനിമം താങ്ങുവില വിഷയത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ഡൽഹിയിലേക്ക് വീണ്ടും മാർച്ച് നടത്തുമെന്ന് കർഷകർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കർഷകരുടെ പ്രതികരണം. കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും സ്വാമിനാഥൻ റിപ്പോർട്ട് ഉറപ്പായും നടപ്പാക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്ത കർഷക നേതാക്കളിൽ ഒരാളായ ജഗത് സിംഗ് ദല്ലേവാൾ ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. സ്വകാര്യ സ്ഥാപനത്തിന്റെ മാലിന്യ നീക്കം തടഞ്ഞില്ലെന്ന കാരണത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വരുന്ന സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടറായ ഗണേഷ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഗണേഷിനെ സസ്പെൻഡ് ചെയ്തത്. സ്വകാര്യ സ്ഥാപനത്തിലെ മാലിന്യ നീക്കം തടഞ്ഞില്ല, സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല തുടങ്ങിയ കാരണങ്ങൾ നിരത്തിയാണ് സസ്പെൻഷൻ. ഉത്തർപ്രദേശിലെ ബറേലിയയിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 9 പേരുടെ വീടുകൾ ജില്ലാ ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. ജൂലൈ 19 നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഘോഷയാത്രയ്ക്കിടെ ഒരു സമുദായത്തിലെ അംഗങ്ങൾ മറ്റൊരു സമുദായത്തിലെ ആളുകൾക്ക് നേരെ കല്ലെറിഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ഇതിൽ പരിക്കേറ്റ യുവാവ് മരിക്കുകയും ചെയ്തിരുന്നു. വിയ്യൂർ ജയിലിൽ നിന്ന് അയ്യന്തോളിലെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന ശ്രീലങ്കൻ സ്വദേശി പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. കിഷാന്ത് റൂബൻ പെരേര അജത് കിഷാന്താണ് രക്ഷപ്പെട്ടത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. മയക്കുമരുന്ന് കേസിൽ കൊച്ചിയിൽ വെച്ച് പിടിയിലായി അവിടെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാളെ ക്രിമിനൽ പശ്ചാത്തലം പരിഗണിച്ച് വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയിരുന്നു. സെല്ലിൽ മൊബൈൽ ഫോൺ ഉപയോഗം പിടികൂടിയ കേസിന്റെ ഭാഗമായാണ് കോടതിയിൽ ഹാജരാക്കുവാൻ കൊണ്ടുവന്നത്. അവിടെ വെച്ച് മിന്നൽ വേഗത്തിൽ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കേന്ദ്ര ബജറ്റിലെ അവഗണനയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണന വേണമെന്ന് MP-മാർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ നീതി കിട്ടിയില്ലെന്നും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് പുനഃസംഘടന ലക്ഷ്യമിട്ട് നേതാക്കൾക്ക് മാർക്കിട്. പല നേതാക്കളുടെയും പ്രവർത്തനം മോശമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് നേതാക്കൾക്ക് മാർക്കിടുന്നത്. KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരെ വിളിച്ചു വരുത്തിയാണ് മാർക്കിട്. ബഹുഭൂരിപക്ഷം DCC പ്രസിഡന്റുമാരുടെയും പ്രവർത്തനം ശരാശരിക്ക് താഴെയാണെന്ന വിലയിരുത്തലിലാണ് AICC സെക്രട്ടറിമാരായ PV മോഹനൻ, വിശ്വനാഥ പെരുമാൾ എന്നിവരടങ്ങിയ സംഘം നടത്തിയത് എന്നും റിപ്പോർട്ടുകളുണ്ട്. മികവ് പുലർത്താത്ത പലരും പുനഃസംഘടനയിൽ പുറത്തായേക്കും. പോഷക സംഘടനകൾ പലതും നിർജീവമാണെന്ന വിലയിരുത്തലും ഹൈക്കമാൻഡ് പ്രതിനിധികൾക്കുണ്ട്.
ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം മുകേഷ് അംബാനിയുടെ സഹായത്താൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഒരുങ്ങുന്നു. ദേവസ്വം മന്ത്രി VN വാസവൻ ഈ മാസം 30-ന് തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിക്കും. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആവശ്യപ്രകാരമാണ് അംബാനി സഹായം നൽകുന്നത്. ദേവസ്വം ബോർഡിന്റെ പേരിൽ നിർമ്മിക്കുന്ന ആശുപത്രിക്ക് 56 കോടി രൂപയാണ് അംബാനി നൽകുന്നത്. നിലവിലുള്ള ദേവസ്വം മെഡിക്കൽ സെന്ററിന്റെ തെക്കുഭാഗത്തായി 2.5 ഏക്കർ ഭൂമിയാണ് ആശുപത്രി നിർമ്മാണത്തിനായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്ത് നേരത്തെ കുളമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ആശുപത്രി നിർമ്മാണത്തിന് ടൗൺ പ്ലാനർ അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അനുമതി ലഭിച്ചു. ഇതേ തുടർന്നാണ് ഈ മാസം 30-ന് ആശുപത്രിക്ക് തറക്കല്ലിടാൻ തീരുമാനിച്ചത്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന ഫോർട്ടിഫൈഡ് ആട്ട ഗുണനിലവാരമില്ലാത്തതാണെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്ന് സപ്ലൈകോ വിജിലൻസ് ഓഫീസർ PM ജോസഫ് സജു അറിയിച്ചു. വ്യാജ പ്രചരണം അടങ്ങുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വർക്കല ഇടവ ജനതാമുക്ക് റെയിൽവേ ഗേറ്റ് അടയ്ക്കാതിരുന്നതിനാൽ ജനശതാബ്ദി എക്സ്പ്രസ് ട്രാക്കിൽ പിടിച്ചിട്ടു. ഇന്നലെ രാവിലെയാണ് സംഭവം. ഗേറ്റ് അടയ്ക്കാത്തതിനാൽ ട്രെയിൻ കടന്നു പോകാനുള്ള ട്രാക്ക് സിഗ്നൽ ലഭിക്കാത്തതിനാലാണ് ലോക്കോ പൈലറ്റ് ട്രെയിൻ പിടിച്ചത്. രാവിലെ 6:36-ന് വർക്കല സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടർന്ന ട്രെയിൻ 3ാമത്തെ ലെവൽ ക്രോസിലാണ് സിഗ്നൽ കിട്ടാതെ നിർത്തിയത്. ഗേറ്റ് തുറന്നു കിടന്നതിനാൽ വണ്ടി വരുന്നുണ്ടെന്നറിയാതെ അപ്പോഴും ഗേറ്റിലൂടെ കാൽനടക്കാരും വാഹനങ്ങളും കടന്നു പോകുന്നുണ്ടായിരുന്നു. കാപ്പിൽ ഭാഗത്തേക്കുള്ള KSRTC ബസ് ഗേറ്റിലേക്ക് എത്തുന്നത് കണ്ട ബൈക്ക് യാത്രക്കാർ കൈ കാണിച്ച് നിർത്തിയിട്ടു. സിഗ്നൽ ഗേറ്റ് കീപ്പർക്ക് ലഭിക്കാൻ താമസിച്ചതാണോ കീപ്പർ ഗേറ്റ് അടയ്ക്കാൻ വൈകിയതാണോ കാരണമെന്ന് വ്യക്തമല്ല. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.